ഹലോ ഫ്രണ്ട്സ്, നമ്മൾ തിരുപ്പതിയിൽ പോയിരുന്നു. തിരുപ്പതിയിൽ പോയപ്പോൾ അവിടെ ഒരു എക്സിബിഷൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എക്സിബിഷൻ പറഞ്ഞാൽ നമ്മുടെ എല്ലാ സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ളൊരു എക്സിബിഷൻ. പക്ഷേ അതിൽ ഹൈലൈറ്റ് ആയിട്ടുള്ളത് അയോധ്യ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇത് ഒറിജിനൽ അയോധ്യ അല്ല, പക്ഷേ അയോധ്യ അതേമാതിരിയാണ് അവർ ചെയ്തിരിക്കുന്നത്. എഫേർട്ട് എടുത്തിട്ടാണ് ഈ ഒരു സംഭവം ചെയ്തിരിക്കുന്നത്. കണ്ടപ്പോൾ നെട്ടിപ്പോയി. കാരണം നമ്മൾ അയോധ്യയുടെ വീഡിയോസും ഫോട്ടോസൊക്കെ കണ്ടിട്ടുണ്ട്. അതേ ഒരു ഇതിൽ നമുക്കിത് ഒരു ചെയ്ത് കാണിച്ചു തരണം പറയുമ്പോൾ ഭയങ്കര ഇതാട്ടോ. പക്ഷേ അതിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ ശ്രീരാമൻ്റെ ഫോട്ടോ അവിടെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു പരിസരത്ത് ചെരുപ്പൊന്നും ഇട്ടിട്ട് പോകാൻ പാടില്ല. നമ്മുടെ ഒരു ഐതിഹ്യം അതിൽ കുടിക്കൊള്ളുന്നുണ്ട്. അത് കാരണം നമ്മൾ പോകുമ്പോൾ അതിൻ്റേതായ വൃത്തിയിൽ പോവുക. മീൻസ് അങ്ങനെ ആയിരിക്കണമല്ലോ. കാരണം അതൊക്കെ എന്ത് രസമല്ലേ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിത് എന്താ പറയുക, അവിടുന്ന് എടുത്തതാണ്. അപ്പോൾ വീഡിയോ എടുത്തപ്പോൾ കണ്ട ഒരു കാഴ്ച കേട്ടോ. അപ്പോൾ നമ്മൾ ഉള്ളിൽ കിടന്നതിന് നമ്മൾ പൈസ കൊടുത്തതിന് നമുക്ക് എന്തായാലും മുതലായി. അപ്പോൾ നേരെ ഉള്ളിലേക്ക് പോവുകയാണ്. ഉള്ളിൽ പോകുമ്പോൾ തന്നെ ഫ്രണ്ടേജിൽ അയോധ്യയിലുള്ള പോലെ തന്നെ ആനയും പിന്നെ ഒരു ജഡായു അങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം പ്ലാസ്റ്റർ ഓഫ് പാരീസാണ്. പക്ഷെ കണ്ട് നമുക്ക് ഒറിജിനാലിറ്റി ഫീൽ ചെയ്യും. അതേ ലുക്കാട്ടോ. ഞാൻ പോയിട്ടില്ല, ഫോട്ടോസ് വീഡിയോസ് കണ്ടിട്ടുണ്ട്. ആ ഒരു ടൈപ്പിൽ തന്നെ നല്ല വൃത്തിക്കാട്ടോ ചെയ്തിരിക്കുന്നത്. കൊത്തുപണിയൊക്കെ ചെയ്ത പോലെ തന്നെ. ഇതിൻ്റെയൊക്കെ മോൾഡ് ഉണ്ടാക്കാൻ അവർക്ക് എത്ര സമയം പിടിച്ചോ നമുക്കറിയില്ല. പക്ഷേ എന്തായാലും എഫേർട്ട് ചെയ്തിട്ട് ചെയ്തത്. എന്തായാലും നമ്മൾ 100 രൂപ കൊടുത്തിട്ടാണ് ഉള്ളിൽ കയറിയത്. പക്ഷേ നമുക്ക് 100 രൂപയ്ക്ക് നഷ്ടമേ ഇല്ല. കാരണം അത്രയും കാണാനുണ്ട്, ഒരുപാട് കാണാനുണ്ട്. അതിൻ്റെ ഓരോരോ പില്ലേഴ്സിലും ഉള്ളിലും ഭഗവാന്റെയും ഓരോരോ ഫോട്ടോസൊക്കെ ഇങ്ങനെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഒരു ചെറിയൊരു ഇത് കണ്ടോ, നിങ്ങൾക്ക് പോകുമ്പോൾ കാണാൻ പറ്റും. മഹാലക്ഷ്മി അങ്ങനെ ഓരോരോ കാര്യങ്ങൾ കൊത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മോൾഡിങ് കേട്ടോ. അതൊക്കെ മോൾഡിങ് ആണ്. ഇത് കണ്ടോ, മഹാശിവൻ പരമശിവൻ്റെയൊക്കെ. അങ്ങനെ നേരെ നമ്മൾ ഉള്ളിലെത്തിയപ്പോൾ നല്ലൊരു കാഴ്ച കേട്ടോ. റെഡ് മാറ്റൊക്കെ വിരിച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ മുകളിൽ അതേ ഒരു ഇതുണ്ട് കേട്ടോ. മുകളിൽ ഇതുപോലെ തന്നെയാണ് അയോധ്യയിൽ ചെയ്തിരിക്കുന്നത്. സൂപ്പർ കേട്ടോ. നല്ലൊരു എന്താ പറയുക, നല്ലൊരു വർക്കാണ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഒരുപാട് ആൾക്കാർ ഫോട്ടോസ് എടുക്കുന്നുണ്ട്. കാരണം പോയി കാണാൻ പറ്റില്ലെങ്കിൽ ഇവിടെ നിന്നെങ്കിലും കാണാമല്ലോ. പക്ഷേ നമ്മുടെ പ്രതിമ അതേ ഒരു ഇതിലാണ് ചെയ്തിരിക്കുന്നത്. കണ്ടോ, നല്ല രസമുണ്ട്. ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ അതേ ഒരു വിഗ്രഹം അതേ ഒരു ടൈപ്പിലാണ് അവർ ചെയ്തിരിക്കുന്നത്. കാണാൻ നന്നായിട്ട് സെക്യൂരിറ്റി ഒക്കെ ഉണ്ട്. അങ്ങോട്ട് ഉള്ളിൽ പോകാൻ പറ്റില്ല. ഈ പുറത്ത് നിന്നിട്ട് ഇവിടെ ഇങ്ങനെ എടുക്കാൻ പറ്റും. നല്ല ആൾക്കാരൊക്കെ വരുന്നുണ്ട്. ചെറിയൊരു മഴ ഉണ്ടായിരുന്നു പുറത്ത്, അത് കാരണമാണ് ആൾക്കാരൊക്കെ കുറഞ്ഞിരിക്കുന്നത്. പക്ഷേ വളരെ ഭംഗിയായിട്ടുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. എന്ത് രസം അറിയോ. നമ്മൾ ശരിക്കും അയോധ്യയിൽ പോയിട്ടുള്ള ആ ഒരു ഫീലാണ് നമുക്ക് മനസ്സിൽ വരാൻ പറ്റുക. എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും അവിടെ പോകണം. നേരിട്ടുള്ള അയോധ്യയിൽ ഒന്ന് പോയി തൊഴുക. ഇത് കണ്ടപ്പോൾ നമുക്ക് ഫീൽ വന്നു, അയോധ്യയിൽ പോയാലോ എന്ന് തോന്നി. എങ്കിലും നെക്സ്റ്റ് ടൈം നമ്മൾ എന്തായാലും അയോധ്യയിൽ ഒന്ന് പോകുന്നതായിരിക്കും. ആ വീഡിയോസ് നമ്മളിടും. കണ്ടോ, നല്ല രസമില്ലേ കാണാൻ വേണ്ടിയിട്ട്. ഇത് കണ്ടു കഴിഞ്ഞാൽ പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ ചെയ്തതൊന്നും നമുക്ക് ഒരിക്കലും ഒരു ഫീൽ വരില്ല. കല്ലിൽ കൊത്തുപണി ചെയ്ത പോലെ തന്നെ ഉണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അത്രയും ഭംഗിയായിട്ട് അവർ ചെയ്തിരിക്കുന്നത്. നോക്കിയാൽ രാമൻ്റെ ഫോട്ടോ അവിടെ വെച്ചിട്ടുണ്ട്. നല്ല രസം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ നേരിട്ട് നമ്മൾ കാണുന്ന ആ ഒരു ഫീലാട്ടോ. അടുത്ത് സൂം ചെയ്തെടുത്താണ് ഞാൻ. കാരണം നന്നായിട്ട് അതേമാതിരി തന്നെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു പ്രത്യേക രീതിയിലുള്ള ഫീലാണ്. നന്നായിട്ട് ആഭരണങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾക്ക് പെട്ടെന്ന് കാണുമ്പോൾ നമ്മൾ അയോധ്യയിൽ പോയി അവിടെ നിന്ന് ആ ഫോട്ടോസൊക്കെ എടുത്ത് വരുന്ന ഒരു ഫീലാണ്. ഞാൻ സ്റ്റാറ്റസൊക്കെ വെച്ച സമയത്ത് ആൾക്കാരൊക്കെ ചോദിച്ചു, നിങ്ങൾ അയോധ്യയിലേക്ക് പോയോ എന്നുള്ളത്. ഇല്ല, ഒരു എക്സിബിഷനാണ് പറഞ്ഞപ്പോൾ ആരും വിശ്വസിക്കുന്നില്ല. അത്രയും നല്ലൊരു ക്ലാരിറ്റി ആയിട്ടുണ്ട്. അങ്ങനെ പുറത്തിറങ്ങിയപ്പോൾ ഉള്ളൊരു കാഴ്ച നോക്കിയേ, എന്ത് ഭംഗിയല്ലേ. ശരിക്കും പറഞ്ഞാൽ ഇതുപോലെ ആയിരിക്കില്ലേ അവിടെയും. അപ്പോൾ നമ്മൾ എന്തായാലും നേരിട്ട് പോയി കാണാനൊരു ഇത് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നേരിട്ട് പോയി കാണാൻ ഉള്ളൊരു ഭാഗ്യം എല്ലാവർക്കും കിട്ടട്ടെ. അപ്പോൾ എല്ലാവർക്കും പോകാനുള്ളൊരു ഭാഗ്യം കിട്ടട്ടെ. എന്തായാലും അവിടെ പോയിട്ട് എത്രയും ദൂരെ പോയി നമുക്ക് ഇവിടുന്ന് അടുത്ത് നിന്ന് ഇങ്ങനെ കാണാൻ പറ്റിയതിൽ തന്നെ ഒരു സന്തോഷമുണ്ട്. എങ്കിലും മതിയാവുന്നില്ല, വീണ്ടും നമുക്ക് കാണാൻ തോന്നുന്നുണ്ട്. അത്രയും നമ്മളവിടുന്ന് പോയി കേട്ടോ. കുറേ നേരം അവിടെ തന്നെ നോക്കി നിന്നു. കാരണം അത്രയും ഭംഗിയിലാണ് ചെയ്തിരിക്കുന്നത്. അറിയോ, നല്ല ഭംഗിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇത്രയും കോസ്റ്റ് എടുത്തിട്ട് അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല മേലെ ഒരു കൊടിയൊക്കെ പാറുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ മേളിൽ അവിടെ ഉണ്ട്. കാണുമ്പോൾ തന്നെ നല്ല ലോങ്ങിൽ വലിയ തിരക്കായിട്ടില്ല കേട്ടോ. തുറന്നിട്ടേ ഉള്ളൂ. ജസ്റ്റ് മ്യൂസിയം തുറന്ന് മഴ പെയ്ത് പോയപ്പോൾ തുറന്ന് മേലെ കൂടെ ഇങ്ങനെ ഒരു പക്ഷികൾ ഇങ്ങനെ പറന്ന് പോകുന്നുണ്ട്. അത് ഞങ്ങൾ എടുത്താട്ടോ. അങ്ങനെ എടുത്ത് വന്നപ്പോൾ നല്ല രസം. ആൾക്കാരൊക്കെ ഇവിടെ നിന്ന് ഫോട്ടോസ് എടുക്കുകയാണ്. കാരണം ഈ ഒരു ഫീലിംഗ് ആണല്ലോ എല്ലാവർക്കും. നോക്കി എന്ത് രസവും ലോങ് നിന്ന് എടുത്താട്ടോ ഞാൻ. നന്നായിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ഉള്ളിൽ കുറേ വളകളും മാലയും ഇതൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. എല്ലാം വില കുറവായിരുന്നു കേട്ടോ. നല്ല കളക്ഷൻസ് വളകൾ കിട്ടിയിട്ട് ഇഷ്ടംപോലെ വളകളുണ്ട് അവിടെ.
ബാംഗിൾസ് പെൺകുട്ടികൾക്ക് വേണ്ടതൊക്കെ വളരെ വിലക്കുറവാണ്. ചിലതൊക്കെ വിലയൊക്കെ ഉണ്ട്, പക്ഷേ നല്ല കളക്ഷൻസ് ഉണ്ട്. നമ്മളിപ്പോൾ എല്ലാവരുടെയും പോകുമ്പോൾ കാണുന്ന അതേ ഒരു ഇത് തന്നെ കേട്ടോ എല്ലാ കളക്ഷൻ. പക്ഷേ കളക്ഷൻസ് വ്യത്യാസം ഉണ്ടാവും. നമ്മൾ പിന്നെ അതൊന്നും വാങ്ങിച്ചില്ല, കാരണം നമ്മൾ വീട്ടിലിപ്പോൾ ലേഡീസിനിപ്പോൾ എല്ലാം ഉണ്ടല്ലോ, അപ്പോൾ അത് കാരണം വാങ്ങിച്ചില്ല. ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് അങ്ങനെ ഇറങ്ങി. ഇപ്പോൾ ഇത് ഈ കമ്മൽ ഐറ്റംസൊക്കെ ഇപ്പോൾ എല്ലാ നാട്ടിലും എല്ലാവിടെയും കിട്ടുന്നുണ്ട്. അപ്പം അത് കാരണം ഇവിടെ വെച്ച് നോക്കിയപ്പോൾ നമ്മളവിടെ 30 രൂപയുള്ളൂ, ഇവിടെ 50 രൂപയാണ് ഈ കമ്മലിനൊക്കെ വരുന്നത്. അപ്പോൾ ചിലപ്പോൾ പറയാൻ പറ്റില്ല, അവിടെ കോസ്റ്റ് അവർക്ക് അതിൻ്റെ കോസ്റ്റൊക്കെ കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് കാരണമായിരിക്കും വില കൂട്ടിയിട്ടുണ്ടാവുക. പക്ഷെ നല്ല കളക്ഷൻസൊക്കെ ഉണ്ടാകുന്നത്. ഏറ്റവും ഹൈലൈറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന വള കേട്ടോ. ഈ വള രാജസ്ഥാനിൽ നിന്ന് എവിടെ നിന്ന് വരുന്നതാണ്. സൂപ്പർ കളക്ഷൻ കേട്ടോ. ഇഷ്ടം പോലെ കളക്ഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തിരഞ്ഞെടുക്കാൻ ഏതാ എടുക്കേണ്ടതെന്നൊരു ഇത് വരും. അത്രയും കളക്ഷൻസ് ഉണ്ട്. നോക്കിയാൽ എന്ത് രസം. ഒക്കെ കുപ്പിയിൽ കൊണ്ട് ഉണ്ടാക്കിയ കേട്ടോ. നല്ല കളക്ഷൻസും നല്ല ഡിസൈൻസായിട്ട് എന്ത് രസം അറിയോ കാണാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ എവിടെ നിന്ന് അവർ കൊണ്ടുവരുന്ന ഒരു പിടുത്തില്ല കേട്ടോ. സൂപ്പർ കളക്ഷൻസാണ്. ഓക്കെ, ഇതൊക്കെ ഇട്ടുകൊണ്ട് പോയാൽ തന്നെ ആൾക്കാർ ചോദിക്കും എന്താ എവിടെ നിന്നാണ് കുട്ടിയെ നീ വാങ്ങിച്ചതെന്നുള്ളത്. അപ്പം നമ്മൾ പറയണം തിരുപ്പതി നിന്നാണ് വാങ്ങിച്ചതെന്നുള്ളത്. കാരണം എനിക്ക് എന്ത് രസം അറിയോ. നല്ല കളക്ഷൻ കേട്ടോ. പക്ഷെ താഴെ ഇട്ട പൊട്ടും. അങ്ങനത്തെ ഒരു പ്രത്യേക ടൈപ്പുള്ള സംഭവമാണ്. ശ്രദ്ധിക്കണം. ഇതെത്ര അറിയോ, 3 എണ്ണത്തിന് 60 രൂപ, 2 എണ്ണത്തിന് 50 രൂപ. ഓരോന്നിനും ഓരോ റേറ്റ് ആട്ടോ. വീതി കൂടിയതെന്ന് വെച്ചാൽ 3 എണ്ണത്തിന് 50 രൂപ, അല്ല 60 രൂപ, 2 എണ്ണത്തിന് 50 രൂപ, അങ്ങനെയൊക്കെയാണ്. നല്ല കളക്ഷൻ, നല്ല ഡിസൈനൊക്കെ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. വളകൾ ഇഷ്ടം പോലെ വളകൾ കണ്ടപ്പോൾ നെറ്റിപ്പോയി. വള കണ്ടപ്പോൾ വീഡിയോ എടുത്താൽ തീരൂല കേട്ടോ. അത്രയും ബോക്സിൽ വളകൾ വെച്ചിട്ടുണ്ട്. ഈ അറ്റം തൊട്ട് ആ അറ്റം വരെ നോക്കിയാൽ നല്ല രസമില്ല കാണാൻ വേണ്ടി. ഒറ്റ വാരിൽ ഞാൻ 5-6 വാരി എടുത്തു. കാണുമ്പോൾ നമുക്കിങ്ങനെ തോന്നും, കാണുമ്പോൾ തന്നെ നല്ല കളറും നല്ല വെറൈറ്റി ആകുമ്പോഴേ ആർക്കാണെന്ന് വെച്ചാൽ നമുക്ക് ലേഡീസൊക്കെ വാങ്ങിക്കുന്നുണ്ട് കേട്ടോ. അവിടുത്തെ ആൾക്കാരൊക്കെ വന്ന് വാങ്ങിക്കുന്നുണ്ട്. നല്ല ഈ ഒരു ഗ്രീൻ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല കളക്ഷൻ. പക്ഷേ ഇത് എവിടെ നിന്ന് കൊണ്ടുവരണമെന്ന് അറിയില്ല. ഇത് ഒക്കെ ഹിന്ദിക്കാരാട്ടോ, പുറത്തുനിന്ന് എവിടെ നിന്ന് കൊണ്ടുവരുന്നതാണ്. വളയുടെ സെക്ഷൻസ് കഴിഞ്ഞ് പിന്നെ അപ്പുറത്തൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ആദ്യം നമ്മളിതാ അയോധ്യയുടെ കൊടിമരമൊക്കെ കണ്ട് നല്ല രസമുണ്ട് കേട്ടോ. ഇങ്ങനെ എന്തായാലും ഇത് കണ്ടിട്ട് തിരുപ്പതിയിൽ പോകുന്ന ആൾക്കാരാണെന്ന് വെച്ചാൽ തിരുപ്പതി ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ഒരു സംഭവം. മ്യൂസിയം അടുത്ത മാസം 2-3 മാസം കൂടി ഇനി അവിടെ ഉണ്ട്. അപ്പോൾ ആരോട് ചോദിച്ചാലും ഇവിടെ ഒരു എക്സിബിഷൻ വന്നിട്ടുണ്ടല്ലോ അയോധ്യയുടെ, ചോദിച്ചാൽ ആരെയും പറഞ്ഞു തരും. അടുത്ത് തന്നെ കേട്ടോ, കാണാൻ പറ്റുന്നത് തന്നെയാണ്. നമ്മുടെ ശ്രീനിവാസ കോംപ്ലക്സിൻ്റെ ബാക്കിലാട്ടോ അത് വരുന്നത്. നമ്മുടെ താഴെ ബസ് സ്റ്റാൻഡില്ലേ, തിരുപ്പതി ബസ് സ്റ്റാൻഡിൻ്റെ താഴെ ശ്രീനിവാസ കോംപ്ലക്സിൽ നമ്മൾ ഫ്രീ ടിക്കറ്റ് എടുക്കുന്നുണ്ട്. അതിൻ്റെ താഴെയാണ് ഇത് വരുന്നത്. അതിൻ്റെ ബാക്ക് സൈഡിലാണ് ഇത് വരുന്നത്. അപ്പോൾ ആരോട് ചോദിച്ചാലും പറഞ്ഞുതരും. ആ തിരുപ്പതിയിൽ പോയ ആൾക്കാർ ഇതൊന്ന് കണ്ടിട്ട് വന്നോളൂ, എന്തായാലും മിസ് ചെയ്യരുത്.